സാക്ഷാൽ ഡേവിഡ് ബെക്കാമിനൊപ്പം എത്തി മാർക്കസ് റാഷ്ഫോർഡ്. അതുപോലെ തന്നെ ലിവർപൂളിന്റെ വെർജിൽ വാൻഡേക്ക് ഒരു തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ച് ഡേ 8 ചാമ്പ്യൻസ് ലീഗിൽ കുറേ റെക്കോർഡുകൾ തകർന്നിരുന്നു. അതിൽ 2 റെക്കോർഡുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മാർക്കസ് റാഷ്ഫോർഡ്, ബാഴ്സലോണയുടെ ഇംഗ്ലീഷ് താരമായിട്ടുള്ള മാർക്കസ് റാഷ്ഫോർഡ് ഡേവിഡ് ബെക്കാമിനൊപ്പം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരം ബാഴ്സലോണയെ സംബന്ധിച്ച് അതിനിർണായകമായ മത്സരമായിരുന്നു. മാച്ച് വിജയിച്ചില്ലായിരുന്നെങ്കിൽ അവർ ആദ്യ 8 പോലും കാണത്തില്ലായിരുന്നു. മാച്ച് ജയിച്ചതുകൊണ്ട് ആദ്യ 8 അവരെത്തി. കോപ്പൻഹാഗനെ 1-4 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിന്റെ ബാഴ്സലോണയുടെ 4ാമത്തെ ഗോൾ 85-ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് ആയിരുന്നു സ്കോർ ചെയ്തത്. മാർക്കസ് റാഷ്ഫോർഡിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. തകർപ്പൻ ഒരു ഫ്രീ കിക്കായിരുന്നു. ഇതോടുകൂടി 2 വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ഫ്രീ കിക്ക് ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് മാർക്കസ് റാഷ്ഫോർഡ്. ഇതിനു മുമ്പ് ഒരു ഇംഗ്ലീഷ് താരം ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് താരം എന്ന് പറയുന്നത് ഡേവിഡ് ബെക്കാം ആയിരുന്നു. ഇപ്പോൾ ഇത് 2ാമത്തെ ഇംഗ്ലീഷ് താരമായി മാറിയിരിക്കുകയാണ് മാർക്കസ് റാഷ്ഫോർഡ്. അതായത് 2 വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗിൽ ഫ്രീ കിക്ക് ഗോൾ നേടുന്ന ഇംഗ്ലീഷ് താരമായിരിക്കുകയാണ് മാർക്കസ് റാഷ്ഫോർഡ്. ഡേവിഡ് ബെക്കാം ആണ് ഇതിനു മുമ്പ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരുന്നത്. ബെക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി റയൽ മാഡ്രിഡിന് വേണ്ടിയായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ ഫ്രീ കിക്ക് ഗോളുകൾ സ്കോർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇതാ മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഇതിനു മുമ്പ് സ്കോർ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു റെക്കോർഡ് ഇപ്പോൾ ഡേവിഡ് ബെക്കാമിനൊപ്പം മാർക്കസ് റാഷ്ഫോർഡും എത്തിയിരിക്കുകയാണ്. വെർജിൽ വാൻഡേക്ക് നേടിയിട്ടുള്ള റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവർപൂൾ കഴിഞ്ഞ മത്സരം എതിരില്ലാത്ത 6 ഗോളുകൾക്കായിരുന്നു വിജയിച്ചത്. ഈ മാച്ചിന്റെ ആദ്യത്തെ ഗോള് അലക്സിസ് മെക്കാലിസ്റ്റർ എന്ന അർജന്റീനിയൻ താരമായിരുന്നു നേടിയിരുന്നത്. ഈ ഗോളിന് അസിസ്റ്റ് നൽകിയത് വെർജിൽ വാൻഡേക്കായിരുന്നു. ഈ മാച്ചിലെ 4ാമത്തെ ഗോള് ഹ്യൂഗോ ഇക്കിറ്റിക്കയായിരുന്നു സ്കോർ ചെയ്തത്. ഈ ഒരു ഗോളിന് അസിസ്റ്റ് നൽകിയതും വെർജിൽ വാൻഡേക്കായിരുന്നു. ഈ മാച്ചിലെ അവസാനത്തെ ഗോള് 6ാമത്തെ ഗോള് അത് സ്കോർ ചെയ്തത് ഫെഡറിക്കോ കിയേസി ആയിരുന്നു. ഫെഡറിക്കോ കിയേസിയുടെ ഗോളിനും അസിസ്റ്റ് നൽകിയത് വെർജിൽ വാൻഡേക്കാണ്. അതായത് ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഒരു ഡിഫൻഡർ ആദ്യമായിട്ട് 3 അസിസ്റ്റുകൾ ഒരു സിംഗിൾ മാച്ചിൽ നൽകുന്നു. വളരെ റെയറാണ്. ഇതുവരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ്. ഈ ഒരു റെക്കോർഡാണ് വെർജിൽ വാൻഡേക്ക് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും ചാനലിൽ വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ആരെങ്കിലും ഈ വീഡിയോ ഇതുവരെ കാണുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.